ഒരു റിപ്പോർട്ടും പ്രസിദ്ധീകരിക്കാതെ വരൂ അഭിപ്രായം പറയൂ എന്നൊക്കെ നിർബന്ധിക്കുന്നത് എന്തൊരു വിചിത്ര നടപടിയാണ്. സൺഡേ സ്കൂൾ ക്ഷേമനിധി എന്ന ആശയത്തെക്കുറിച്ച് ജനുവരി 16-നകം അഭിപ്രായം അറിയിക്കാൻ ക്രൈസ്തവ സഭകളോട് നിർദ്ദേശിച്ചിരുന്നു. നിലവിലുള്ള മദ്രസ ക്ഷേമനിധിയുടെ വിജ്ഞാപനം അയച്ചു തന്ന ശേഷം അതിലെ അധ്യായം 6-ലെ ക്ഷേമനിധി ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം ജനുവരി 16-നകം അറിയിക്കാനാണ് ന്യൂനപക്ഷ വകുപ്പ് സഭകളോട് ആവശ്യപ്പെട്ടത്. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ചെന്ന പോലെ സൺഡേ സ്കൂൾ ക്ഷേമനിധിയെക്കുറിച്ചും ക്രൈസ്തവർക്ക് അറിവില്ല. മതാധ്യാപകരുടെ നിർവചനം, അംഗത്വം, പദ്ധതികളുടെ നടത്തിപ്പ്, ഭരണ സംവിധാനം, സാമ്പത്തിക സമാഹരണം തുടങ്ങിയവയെക്കുറിച്ചൊക്കെ ദുരൂഹതയാണ്. പിന്നെ എങ്ങനെയാണ് അഭിപ്രായം പറയുന്നത്? രണ്ടാമത്തെ കാര്യം, വിശ്വാസ പരിശീലനം കത്തോലിക്ക സഭ ഒരു ജോലിയായോ തൊഴിലായോ കരുതാത്തത് കൊണ്ട് അതിന് വേതനമോ പാരിതോഷികമോ സ്വീകരിക്കുന്നുമില്ല. മതപഠനം മതങ്ങളുടെ സ്വകാര്യ ഉത്തരവാദിത്വം ആയതുകൊണ്ട് അതിന് സർക്കാർ ചെലവിലുള്ള ആനുകൂല്യങ്ങൾ സ്വീകരിക്കേണ്ടതില്ല എന്ന സഭയുടെ നിലപാട് മതേതര സമൂഹത്തോടുള്ള പ്രതിബദ്ധത കൂടിയാണ്. ഇക്കാര്യങ്ങൾക്ക് കൂടുതലായിട്ട് ചർച്ച ചെയ്യണമെങ്കിൽ പദ്ധതിയെക്കുറിച്ച് അറിവുണ്ടാവണം. അതൊക്കെ ഒഴിവാക്കി തെരഞ്ഞെടുപ്പിന് മുമ്പ് തിടുക്കത്തിൽ ഓർഡിനൻസിലൂടെ ക്ഷേമനിധി നടപ്പാക്കരുത്. ഇതൊക്കെയാണെങ്കിലും ക്രൈസ്തവ സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്കുള്ള ക്ഷേമ പദ്ധതികളെക്കുറിച്ച് സർക്കാരിന് മിണ്ടാട്ടമില്ല. ദയവായി ആ ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ടൊന്ന് പുറത്തുവിടൂ. അത് വായിക്കാനും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും സഭകൾക്ക് കുറച്ച് സമയം അനുവദിക്കൂ. എന്തൊരവസ്ഥയാണത്!